Tobacco use leads to cancer, heart attacks, lung disorders, and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, keni, zarda, etc., or their promotion in any manner. ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കുളമ്പടിയോടെ പടക്കളമാകെ ഇളക്കി മറിച്ചു കൊതിച്ചു വരുന്നുണ്ടേ. താളമടിച്ചു കുളമ്പടിയോടെ പടക്കളമാകെ ഇളക്കി മറിച്ചു കൊതിച്ചു വരുന്നുണ്ടേ. താളമടിച്ചു കുളമ്പടിയോടെ പടക്കളമാകെ ഇളക്കി മറിച്ചു കൊതിച്ചു വരുന്നുണ്ടേ. വരുന്നുണ്ട് കടവെട്ടി പൊളിച്ചിടമിക്കുതിനപ്പട അപ്പവിടും പടി വേഗത
ഗോൾഡൻ കേട്ടിൽ വാഴ മുകിൽ മറ്റകത്തു കാത്തു വെച്ച താരാ മുത്തും പാഴ മഴവില്ല ഗോപുരങ്ങളേറി മായ രാജ്യം പാഴ തകതോ തകതോ തകതകിട തകിട 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 തകതിമി തകിട 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 തകതിമി തകതകതാളം അടിച്ചു കുളമ്പടിയോടെ പടക്കളമാകെ ഇളക്കി മറിച്ചു കുതിച്ചു വരുന്നുണ്ടേ തടവെട്ടി മറിച്ചിടും ഇക്കുതിരപ്പട അമ്പുവിടുമ്പടി വേഗതയോടിനി മാറി വിതച്ചു മതിച്ചു വരുന്നുണ്ടേ തടവെട്ടി മറിച്ചിടും ഇക്കുതിരപ്പട അമ്പുവിടുമ്പടി വേഗതയോടിനി മാറി വിതച്ചു മതിച്ചു വരുന്നുണ്ടേ തകതകതാളം അടിച്ചു കുളമ്പടിയോടെ പടക്കളമാകെ ഇളക്കി മറിച്ചു കുതിച്ചു വരുന്നുണ്ടേ ഞാൻ ജോൺ. എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇത് ഇങ്ങനെയൊക്കെ എന്ന് കരുതി പത്രോടൽ മാത്രമല്ല, പറ്റാവുന്ന എന്ത് ജോലിയും ചെയ്യും. എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണം. എവിടെ നോക്കിയാണ് വണ്ടി ഓടിക്കുന്നത്? കണ്ണ് കാണാൻ പാടില്ലേ? തന്നോട് ചോദിക്കുന്നത് കണ്ണ് കാണില്ലെന്ന്. സോറി, സംസാരിച്ചു നിൽക്കാൻ നേരില്ല. തനിക്ക് എന്തൊക്കെ പറ്റിയെന്ന് മനസ്സിലായി. ആവശ്യമുള്ള പണം വിഡ്രോ ചെയ്തെടുത്തോളൂ. പാവത്തിന് രാവിലെ ചെക്ക് കൊടുത്ത് ചെക്കാക്കിന്ന തോന്നണേ. ഞാൻ ജാഫർ. ഇപ്പൊ നിങ്ങൾ കണ്ട ജോണില്ലേ, അവൻ നമ്മുടെ ദോസ്താണ്. അവനും എനിക്കൊക്കെ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ് നമ്മ. എന്താണ്ട് ബാങ്ക് ഓഫ് പൂട്ടിന്നാ? ബൂട്ടിന്നല്ലടാ, സ്കോട്ടിന്നാണ്. ഇതൊരു ആപ്പാണ്ടാ. ദേ, ഇങ്ങനൊരു ബാങ്കിനെ പറ്റി നീ എവിടെയും കേട്ടിട്ടുണ്ടാ? വെളുപ്പം കാലത്ത് 60 ലക്ഷം രൂപയുടെ കറുത്ത കാറിലും വന്ന് വിലയില്ലാത്തൊരു ചെക്കും തന്ന് ആ ഫ്രോഡ് സ്കൂട്ടായതാണ്. ഇത് അവന്റെ സ്ഥിരം പരിപാടിയായിരിക്കും, ചെക്ക് കൊടുത്ത് സ്കൂട്ടാകല്. അവനാളുടായിപ്പാണ്ടാ. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ജനാർദ്ദനെ വിളിച്ചു നോക്കാം. അപ്പൊ ഇത് ഉടായ്പാടല്ലെന്ന് അറിയാൻ പറ്റൂല. ഞാൻ ജനാർദ്ദനൻ, ജോനക പറമ്പിൽ ജനാർദ്ദന. നിങ്ങളിപ്പോ കണ്ട ജോണും ജാഫറും ഒക്കെ ഇല്ലേ, അവരെന്റെ ക്ലോസ് ഫ്രണ്ട്സാണ്. ഇവന്മാർക്ക് വേണ്ടി ഞാൻ എന്തും ചെയ്യും. ഹലോ 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 മച്ച, നീ എവിടെയാണ്? നമ്മുടെ ജോണിനെ രാവിലെ 8ന്റെ പണി കിട്ടി, അറിഞ്ഞാ? എടാ, ഈ വണ്ടി കൊണ്ട് നിരിച്ചോണ്ടല്ല, ജോണിന്റെ 2 ചെക്ക് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ 3000 എഴുതിപ്പോയി. ഭാഗ്യത്തിന് വേറൊരു ചെക്കും കൂടി ഉണ്ട്. ഈ ചെക്കിന്റെ ഡീറ്റെയിൽസ് എടുക്കണമല്ലോ. ബാങ്കിന്റെ പേരെന്താണ്? ബാങ്കിന്റെ പേര് ഒരുമാതിരി വല്ലാത്തൊരു പേരാണ്ടാ, ബാങ്ക് ഓഫ് സ്കോട്ടിയ. ചെക്കിന്റെ ആളുടെ പേര് ഒരു മിനിറ്റ്. ദേവനാരായണൻ. ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് പെട്ടെന്ന് വിളിക്കണോട്ടെന്നാ. ആ, ജനാർദ്ദനൻ ജനാർദ്ദനൻ. ഹലോ, ഒരു മിനിറ്റ്. എടാ, പറഞ്ഞോ കേക്കാ. ദേവനാരായണനെ ആള് നിസ്സാരക്കാരനല്ല, പുലിയാണ് പുലി. അയാൾക്ക് ഇന്ത്യയിൽ മാത്രമല്ല അങ്ങ് വിദേശത്തും ബിസിനസ് ഒക്കെ ഉള്ള ആളാ. അയാൾ വല്ല കൊള്ളക്കാരനാണോടാ? കൊള്ളക്കാരന്റെ അച്ഛൻ ഫോൺ കൊടുക്കടാ ജാഫറിന്റെ. എടാ, ഇവിടുത്തെ ബ്രാഞ്ചിൽ തന്നെ പുള്ളിക്ക് കോടികളുണ്ടടാ. ജാഫറെ, ഒരു വിലയില്ലെന്ന് നീ പറഞ്ഞ ചെക്കിന് വിലയിടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ദൈവമായിട്ടാടാ ജോണിനെ അയാളുടെ മുമ്പിൽ എത്തിച്ചത്. നീ എന്താണ് ഉദ്ദേശിക്കണത്? ആവശ്യമുള്ള പണം എഴുതി എടുത്തോളാന്നല്ലേ പറഞ്ഞേ? എഴുതി എടുക്കളിയാ നല്ലൊരു എമൗണ്ട്. അറിയാ, എന്നെ ഇവിടെ ഓർത്തോടെ. എടോ, ഓക്കേടാ മച്ചാ, എന്ന് നീ വെച്ചോട്ടാ, വെച്ചോ. എടാ ജാഫർ, എന്നിട്ടല്ല ഹലോ. പിന്നെ വിളിക്കാൻ വേണ്ട സമയം വെച്ച് പോടൊന്നു. എടാ എടാ, നമുക്ക് എത്ര എഴുതേണ്ടത്? അതിലെഴുതിയിട്ടുണ്ടല്ലോ, അത് പോയി എടുക്കാം നമുക്ക്. 3000 കുലുവേ. ഡാ, നിനക്കൊരു വിലയില്ലെങ്കിലും
ഈ ചെക്കിനും ഇതിന്റെ മുതലാളിക്കും ഒരു വിലയുണ്ട്. നീ വെറുതെ അയാളെ നാണം കെടുത്തരുത്. എടാ ഈ ആക്സിഡന്റ് കൊണ്ട് എനിക്കോ എന്റെ വണ്ടിക്കോ കാര്യമായിട്ടൊന്നും പറ്റിയിട്ടില്ലെന്ന് നിനക്കറിയാലോ. പിന്നെ എന്തിനാ ഇതിൽ വെറുതെ കാശ് കൂട്ടി എഴുതുന്നേ? നിനക്ക് പലതും സംഭവിച്ചിട്ടുണ്ട്. ഒരു ഫുൾ ചെക്കപ്പ് ഈ ബോഡിയിൽ നടത്തിയാലറിയാം. ഹാർട്ട് കംപ്ലൈന്റ്, കിഡ്നി ഒരെണ്ണം അടിച്ചുപോയി. പിന്നെ ഈ കൈ ഇതല്ലല്ല, ഈ കൈ കൊണ്ട് ഒന്നും ചെയ്ത് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് നിനക്ക്. ഇതൊക്കെ ആരുടെ കാര്യം നീ പറയണേ? അപ്പൊ നിനക്ക് മെമ്മറി ലോസും പിടിപെട്ടു. എടാ നീ എന്തൊക്കെയാ പറയണേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാ. ഇപ്പൊ ദൈവമായിട്ട് നമുക്ക് തന്നേക്കുന്ന ഒരു അവസരമാണ്. നീ എന്റെ കൂടെ നിന്നാ, ഞങ്ങളുടെ കൂടെ നിന്നാ, ഞാനെന്റെ ജനാർദ്ദന്റെ എല്ലാവരും നിന്റെ കൂടെ. നീ പേടിക്കണ്ട. നമ്മൾ മുമ്പ് ഒരുമിച്ച് കൂടാ. ജയിലിലേക്കാണ് ജയിലിലേക്ക്. ഇപ്പൊ കിട്ടിയ അവസരം നീ കളയരുത്. നീ പ്രാർത്ഥിച്ച ഐശ്വര്യമായിട്ട് നല്ലൊരു എമൗണ്ട് എഴുതി മുത്തേ. ഒന്ന് എഴുതടാ നീ. അതൊക്കെ ശരി, പക്ഷെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എമൗണ്ട് എഴുതുള്ളൂ. അത് മതി. നീ ഇപ്പൊ എത്രയാണ് എഴുതാൻ പോണ? ഞാൻ എഴുതിക്കോളാം. നിന്റെ വീടിന്റെ ബാധ്യത എത്രയാണ്? അത് നോക്കണ്ട, അത് 15 ലക്ഷം രൂപയുണ്ട്. മറ്റേ ഇസ്മയിൽ കട കാശ്, അണ്ണാച്ചിന്റെ പലിശ, പിന്നെ നമ്മുടെ ഈ ജനാർദ്ദന്റെ ചേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കണതിന്റെ വക്കീൽ ഫീസ്, ഒരു 3 ലക്ഷം ഉറുപ്പിക ചെയ്ത്. എനിക്കറിയാം, ഞാൻ എഴുതിക്കോളാം. എന്താണ് പിന്നെ 3000 എഴുതിക്കണ? നിനക്കെന്താ പ്രാന്താണോ? ഈ 3000 നിനക്ക് വിഷം തന്നേക്കണത്? ആറാം പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊന്നും പറഞ്ഞു കേട്ട് മനസ്സിലായില്ല നിനക്ക്? എടാ 3000 ഇത് 6000 അല്ലേ? നിന്റെ മറ്റൊരു 6000. അപ്പൊ എനങ്ങടന്നേ, ഞാൻ എഴുതിക്കോളാം. 10, 100, 1000, 10000, ലക്ഷം. 3 ലക്ഷം. അത് കേട്ടുള്ള പരിപാടി മതി. 3 ലക്ഷം? ഇത് എത്ര നീ എഴുതിക്കണേ? ഒറ്റ 10, 100, 1000, ലക്ഷം, 3 ലക്ഷം. 3 ലക്ഷം, 3 കോടി. 3 കോടി നീ എഴുതിയേക്കണേ. ഇതൊന്നില്ലേ കീറിക്കളാ. നീ അയാൾ വേറെ ഒരു ഒപ്പിടാ. എടത് അകത്താണ് കേസാണ്. തോക്ക് പിടിച്ച ബദൂരി നമ്മളെ നോക്കണ്ടിട്ടോ. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ വിട്ടോ. നമുക്കിവിടെ പുറത്തൊരു സെക്യൂരിറ്റി ആവശ്യമാണ്. എന്തെങ്കിലും ആവശ്യം വിളിച്ചാൽ മതി. ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഇവിടെ ഉണ്ടാവുന്നു. എങ്കിൽ നീ പോയിട്ടോടാ. എടാ എന്നെ ഒറ്റയ്ക്കുണ്ടോ? വിശ്വസിക്കൂല. വാടക ഒന്ന് ചെറിയ ഞാൻ വന്നോ? എന്റെ പള്ളി, എന്നെ കാക്കണേ. പണിയാവൂ. നമുക്ക് തിരിച്ചു പോടാ. എനിക്ക് എന്തൊരു പേടി തോന്നലട്ടാ. തിരിച്ചു പോകാനാണെങ്കിൽ എന്തിനാടാ ഇപ്പൊ വന്നേ? രണ്ടെല്ലാം അറിഞ്ഞിട്ട് ഞാൻ ഉള്ളു. നീ വേണ പൊക്കോ. ആ ചെക്കങ്ങട് വാടാ. നീ വാ. ഞാൻ വന്നോ? മനുഷ്യർ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോ തവലോട്ടുന്ന താളം പിടിക്കുന്നല്ലടാ, പിന്നെ കൈ വിറയ്ക്കുന്ന. ഇത് പ്രശ്നവും. നമുക്കിവിടുന്ന് പോവാം. അയാളുടെ മോന്ത കണ്ട അറിയാം. നീ ധൈര്യമായിട്ടിരിക്കടാ. ഞാനില്ലടാ നിന്റെ കൂടെ. ഹലോ ഡോക്ടറല്ലേ? ഞാൻ വാസുദേവ. ഡോക്ടറെ തരുന്ന മരുന്നൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. പക്ഷെ എന്റെ സംസാരത്തിന്റെ ക്ലാരിറ്റി അങ്ങോട്ട് ശരിയായി വരുന്നില്ല. കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള മരുന്ന് എന്തെങ്കിലും തരാമോ ഡോക്ടർ? എങ്കിൽ എന്റെ സംസാരം ചിലപ്പോൾ ശരിയായി വരും. ഹലോ 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 വച്ചാ അല്ല, അവര് തന്നതാ.
ജയിക്കാൻ ഉറപ്പാ. എടാ നമുക്കൊന്ന് പോ. ഞാൻ ഉണ്ടല്ലോ ഭായി. നമ്മൾ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ദേവനാരായൺ സൈൻ ചെയ്ത് ചെക്ക, അല്ലാതെ നമ്മൾ കള്ളൊപ്പിട്ടൊന്നും അല്ലല്ലോ. ധൈര്യമായിട്ടിരിക്കും. ഹലോ ഹലോ, ദേവനാരായണ സാറല്ലേ? അതെ, ദേവനാരായൺ തന്നെയാ. ഞാൻ കുമത്താണ്. 3 കോടിയുടെ ക്യാഷ് ഇതേ 3 കോടിയുടെ ക്യാഷ് ചെക്ക് ഇഷ്യൂ ഇട്ടുണ്ടാ? ഞാൻ കൊടുത്തുവിട്ട ചെക്കാണ്, പാസ്സാക്കിക്കോളൂ. ഞാൻ ഏറ്റു സാർ. വേറൊന്നുമില്ലല്ലോ. സുംഭൻ. ഹലോ ഹലോ, കൂടെ സാർ. നിങ്ങളിൽ ആരാ ജോൺ? ദേവനാരായണന്റെ ആരാ സാറ് ചോദിക്കുന്നേ? അത് ഒരു ആക്സിഡന്റ്. അല്ല, കസിനാണ് സാർ. കസിൻ. കസിൻ. ഹായ്. കൈ കൊടു. Just walk that with me. I'm coming. Oh, don't come back. Very pleasant. It's my pleasure. Sir, 1 second. 1 second. സാറേ, യുവമാരെ കൊണ്ട് നമുക്കൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യിച്ചാലോ? ഇയർ എൻഡിംഗ് ഒക്കെ വരുമല്ലേ? Open here. Come. മിസ്റ്റർ ജോൺ, ഇത്ര എമൗണ്ട് ഇപ്പോൾ ഇവിടെ ഇല്ല. മെയിൻ ബ്രാഞ്ചിൽ പോകണം, ക്യാഷ് കളക്ട് ചെയ്യണം. അതിന് 1 മണിക്കൂർ സമയം വേണ്ടി വരും. ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലൂടെ കാശ് എടുക്കാമല്ലോ. നല്ലൊരു എമൗണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടുകയും ചെയ്യാം. ഓക്കെ അല്ല സാർ, ഞങ്ങൾക്ക് ക്യാഷ് മുഴുവൻ ഇപ്പൊ തന്നെ കിട്ടണം. അക്കൗണ്ട് ഓപ്പൺ ചെയ്യലൊക്കെ പിന്നൊരിക്കലാവാം. അതെ സാർ, അക്കൗണ്ട് എടുപ്പിക്കല് പാളി. ഇനി ഇൻഷുറൻസ് എടുപ്പിക്കാൻ ശ്രമം നടത്തിയാലോ? വെയിറ്റ്. എന്തിനാണ് പുള്ളി ടെൻഷൻ ആവണേ? ഞാൻ ഇരിക്കില്ലേ? ഇവിടെ എങ്ങനെ ആരെങ്കിലും ഉണ്ടോ? എന്താണ് ഇത്ര നേരം? കുറെ സമയമായില്ല. അല്ലാനി ലോക്കായി അവര്. കാശും കൊണ്ട് അവന്മാര് പുറകിലൂടെ എങ്ങാനും മുങ്ങിയ. ഞാൻ ചെയ്താലും അവന്മാരെ ചെയ്യൂല. പോലീസല്ല, പട്ടാളമുള്ള AK-47. അവന്മാരുടെ കാര്യത്തിൽ തീരുമാനമായിട്ട് ചാവി അവിടെ തുറക്കണില്ല. പുറത്തായതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇവിടെ ഓട്ടോ എവിടെ ഇട്ടിട്ട് എവിടെ പോയി കിടക്കാണ്? പട്ടാളം പോയാ? ആരെന്താ നോക്കണ? കുഴപ്പമായാ? എടാ, നീ ഇതെവിടെ പോയി കിടക്കായിരുന്നു? ഞാൻ വാച്ചിങ്ങിലല്ലേടാ നിങ്ങൾക്ക് വേണ്ടിട്ട്. വാച്ചിങ്? നീ എന്തിനാടാ അണക്കണ? ആകാംക്ഷ കൊണ്ട് ചെമ്പ് പുഴ കിട്ടിയാ? കിട്ടിയടാ. ഉമ്മാനാ? നിങ്ങ വഞ്ഞണ്ടാ? ഞാൻ പോണില്ല.
താനെന്താ ഇതുവരെ വൃത്തിയുള്ള ആൾക്കാരെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്ര വൃത്തിയുള്ള ആൾക്കാരെ ആദ്യമായിട്ട് കാണുമോ? താങ്ക് യു. വെയിറ്റ് ചെയ്യും. അളിയ യഥാർത്ഥത്തിൽ നമ്മളല്ലേ ഗുണ്ടകള്? അതെ. അവന്റെ നോട്ടവും ഭാവം കണ്ടു കഴിഞ്ഞാൽ അവനാണ് ഗുണ്ടെന്ന് തോന്നും. ഇനി ഇവന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചു കൂട്ടും. ഞാനും ഒന്നും മനസ്സിലാവില്ല പോലും. ഇതേ കൂടുതൽ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് സാർ. സാർ ഞാൻ എല്ലാവരും സ്ലോ മോഷനിൽ നടന്നു വരാൻ ഇവന്മാരാരാ? അമൽ നീരുന്നിന്റെ പടത്തിലെ നായകന്മാരാ. പെട്ടെന്ന് വാടാ. ഇല്ല, ഈ അക്കൗണ്ടിൽ ബാലൻസ് ഇല്ല, അതുകൊണ്ട് ചെക്ക് പാസ്സാവൂല്ല. ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. എത്ര ശ്രമിച്ചാലും എനിക്ക് ഇങ്ങനെ പറയാനോ പറ്റൂ. സാർ എത്ര പറയാൻ ശ്രമിച്ചാലും ഇത്രേ പറയാൻ പറ്റൂ. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഈ അക്കൗണ്ടിൽ പൈസ ഇല്ല, അതുകൊണ്ട് ചെക്ക് പാസ്സാവാൻ പറ്റില്ല. പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി, തിരിച്ചിങ്ങോട്ടൊന്നും തരാൻ നിൽക്കണ്ട. ഞങ്ങൾക്ക് കുറെ കിട്ടിയിട്ടുള്ളതാണ്. ഈ അക്കൗണ്ടിൽ ബാലൻസ് ഉള്ള വേറെ അതായത് ഈ അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടായിരുന്നു. 2 ചെറുപ്പക്കാർ കുറച്ചു മുമ്പ് ഒരു ചെക്കുമായി വന്ന് 3 കോടി രൂപ വിഡ്രോ ചെയ്തു. അവന്മാരെങ്ങനെ ഇരിക്കും എനിക്ക് അറിഞ്ഞു. അവന്മാർ നിൽക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഷർട്ടിൽ നിന്ന് കൈ വിട്ടാലേ എന്തെങ്കിലും പറയാൻ പറ്റൂ. അതെന്താണോ നിന്റെ ഷർട്ടിലാണോ വായിരിക്കുന്നത്? ഷർട്ടിലല്ലേ ഇരിക്കുന്നത്, വായി തന്നെ ഇരിക്കുന്നത്. എന്താണ് അവന്മാരുടെ പേര്? ജോൺ. ആരാടാ ഈ ജോൺ? ആരാടാ ഈ ജോൺ? അവർ രണ്ടുപേരുണ്ടായിരുന്നു, അതിൽ ഒരാളാണ് ഈ ജോൺ. കാശ് എടുത്തോ ബോസിനെ വിളിക്കണം. ബോസ്, അവൻ നമ്മളെ ചീറ്റ് ചെയ്തു. ആ ദേവനാരായണൻ തന്ന ചെക്ക് വണ്ടി ചെക്കാണ്. അപ്പൊ അവൻ നമ്മളെ ചതിക്കായിരുന്നില്ലേ? ഒരു ചെക്ക് തന്ന് നീ എന്നെ ചീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ? ഇതിന് നിനക്കുള്ള ശിക്ഷ മരണമാണ്. നീ എന്താ സ്വപ്നം കാണുകയാണോ? സ്വപ്നമൊന്നുമല്ല, നടന്നു നോക്കിയ സത്യ. എന്ത് സത്യം? എന്താ മോനെ, നിനക്കെന്താ പറ്റിയത്? വന്നപ്പോ മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നു. ഒന്നുമില്ല പച്ച. ചേട്ടൻ വല്ല ലവ് അഫെയറിലും കുടുങ്ങിയോ? ആകെപ്പാടെ ഒരു ചേഞ്ച്. ഒന്ന് പോടി വിടുന്നു. ലവ് ചെയ്യാൻ പറ്റിയ സിറ്റുവേഷനല്ലേ ഇപ്പൊ? അപ്പൊ സിറ്റുവേഷൻ ഒത്തു വന്നാ ചെയ്യുമല്ലേ? നിന്റെ ടെൻഷൻ എന്താണെന്ന് അപ്പച്ചൻ അറിയാം. ഒരാഴ്ച കഴിഞ്ഞ് ചിലപ്പോ നമുക്കൊരുമിച്ച് ഈ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇന്നലെയും ബാങ്കിൽ നിന്ന് ആള് വന്നിരുന്നു. നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ഞാനായിട്ടുണ്ടാക്കി വെച്ച കടങ്ങളല്ലേ, ഞാൻ തന്നെ തീർത്തോളാം. കർത്താവ് ആയുസ്സും ആരോഗ്യവും തന്നാ മാത്രം മതി. തന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. 3 കോടി രൂപ കയ്യിൽ വന്ന ദിവസമാണെന്ന്. ഫ്യൂച്ചർ പ്ലാനൊക്കെ ഓർത്ത് കണക്കൂട്ടിരിക്കുമ്പോ ആര് വിളിച്ചാലും ചവിട്ടിയാലും താൻ അറിയില്ല. അതുകൊണ്ട് നിന്നെ ഞാനങ്ങ് കൊല്ലാൻ പോവാ, നീ പോലും അറിയാതെ.
വെടിവെക്കുന്നതിനെ പൈസ എടുത്തു എല്ലാവരും ഉണ്ട് സാർ. ഞാൻ മാത്രമല്ല പൈസ എടുത്ത് സാറ് വെടിവെക്കില്ലേ? എടാ ജോണേ, എന്താടാ ജോൺ? പോലീസും ദേവനാരായണൊന്നും അല്ല. പോലീസോ ദേവനാരായണോ? എടാ ഇത് അപ്പച്ചനാടാ. സ്വപ്നം കാടായിരുന്നോ നീ? എന്താടാ ഇത്? വാ ഇങ്ങോട്ട് കയറിയിരിക്കും. ആരാടാ ഈ ദേവനാരായണൻ? അയാൾ ഇവിടെ വന്നോ? നീ ഇപ്പൊ വിളിച്ചു പോയില്ലേ ഒരു ദേവനാരായണൻ നിന്നെ കൊല്ലാൻ വരുന്നു എന്ന്? അതുകൊണ്ട് ചോദിച്ചതാ. അത് അപ്പച്ച ഈ ദേവനാരായണന്റെ കാറുമായിട്ട് അന്ന് ആക്സിഡന്റ് ഉണ്ടായി. ഓ അപ്പൊ അതാണ് സംഭവം. കിടക്കാൻ നേരത്ത് കുരിശു വരച്ച് കിടന്നില്ലെങ്കിലേ ഈ ദേവനാരായണൻ സ്വപ്നത്തിൽ നിന്നെ കാറിടിച്ചു കൊല്ലാൻ നോക്കും. ചേട്ടാ, ചേട്ടനെ കാണാൻ വേണ്ടി 2 ട്രോഫി ഒന്നിപ്പുണ്ട്. ട്രോഫിയാ? ആ, ജനാർദ്ദൻ ട്രോഫിയും ജാഫർ ട്രോഫിയും. ചെല്ല് ചെല്ല്. പ്രമുഖ വ്യവസായി ദേവനാരായണൻ സ്വയം വെടിയേറ്റ് മരിച്ച നിലയിൽ. പാവം, നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പൊ ഇനി 3 കോടി എനിക്ക് സ്വന്തം. എന്താന്ന്? അല്ല, നമുക്ക് സ്വന്തം. അങ്ങനെ പറ. ഒരു കണക്കിന് ആള് ചത്ത് നന്നായി. ഇന്നലെ രാത്രി ദേവനാരായണനെ കൊല്ലാമെന്നറ സ്വപ്നത്തില്. മച്ചാനത് ഡ്രീം അല്ലേ? അയ്യോ, എന്നെ തന്നെ ഡ്രീംസ് എത്ര പേര് കുത്തിക്കൊന്നേക്കണ്. ഞാൻ തന്നെ എത്ര പേര് കുത്തിക്കൊന്നെന്ന് അറിയാവോ? ഫോർ എക്സാമ്പിൾ, 3 വയസ്സുള്ളപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ ബദൂര് വാപ്പുണ്ടല്ലോ, അതിന് 10ഓ 15ഓ പ്രാവശ്യം നമുക്ക് കുത്തി വന്നിട്ടുണ്ട്. കണ്ടു വന്നേ. എന്റെ പൊന്നുപുറം, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇനി അങ്ങാട് നമ്മുടെ ടൈമാണ്. ഇത് പടച്ചോനായിട്ട് തന്നാണ് ബൈ. നത്തിങ് ദാറ്റ് സിമ്പിൾ. ലൈഫിൽ ടെൻഷനും പണ്ടാറൊക്കെ ആയിട്ട് നടന്നാ മതിയാ. സോ ഇനി നമ്മളങ്ങാട് അടിച്ച് പൊളിക്കാൻ പോണേന്. ബ്രോ ഒന്നും പറയണ്ട, നമ്മളെല്ലാം തീരുമാനിച്ചു. വിളിക്കല്ലേ? അപ്പൊ സ്റ്റാർട്ടർ ഓർഡർ മോനെ അവിടെ വേണ്ട, ഇങ്ങോട്ട് വാടാ. എന്താ സാർ വേണ്ടത്? ഇപ്പൊ എന്താണ് ഇവിടെ കഴിക്കാനുള്ളത്? ഇപ്പം കഴിക്കാൻ ഇപ്പോൾ കിട്ടിയ വാർത്തയിലേക്ക്. പ്രമുഖ വ്യവസായി ദേവനാരായണൻ മരിച്ച നിലയിൽ. നിർത്തിയിട്ട കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. നഗരാതിർത്തിയിൽ നിന്നും മാറി ഒരു സ്വകാര്യ ക്വാറിയിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു കാർ. മൃതദേഹം ദേവനാരായണന്റേത് തന്നെയാണെന്ന് പോലീസ് നിഗമനം. സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 3 ചെറുപ്പക്കാരിലേക്കാണ് കേസ് വിരൽ ചൂണ്ടുന്നത്. ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇവരിതോടെ പോയി? എടാ, ഇതിലെന്തോ കുഴപ്പമുണ്ട്. ആദ്യം വെടിയേറ്റ് മരിച്ചെന്നും ഇപ്പതേ കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിലെന്നും. വെടിയേറ്റന്നായിരിക്കും ബായി പടിയായിട്ടുണ്ടാവുക. എടാ, പിന്നെ ഈ കാറല്ലേ ഫയർ ചെയ്യണ സമയത്ത് പെട്രോളൊക്കെ അങ്ങോട്ട് ലീക്കായി കത്തി പിടിച്ചായിരിക്കും. എടാ ജോണേ, ഏതായാലും സീൻ അങ്ങാട് ഫിനിഷായി. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ടൈപ്പ് സാധനങ്ങൾക്ക് ഇങ്ങനെ തീരുള്ളൂ. ഈ കോടീശ്വരന്മാരാൻ പറ്റില്ല, കത്തിക്ക് കുത്തിറ്റും കത്തിക്കറിഞ്ഞും ഭയങ്കര കളർഫുൾ ആയിട്ട് അവന്മാര് മരിക്കുള്ളൂ. എന്നാലും ഷോ ഉള്ളൂ. ഇതൊക്കെ വിട്ട സ്ഥിര ഹാബിറ്റാണ്. മച്ചാനെ, ഇനി നമ്മൾ ഇവിടെ നിന്നാലേ പണിയാവും. നമുക്ക് ഇവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് സ്കൂട്ടായാല. എങ്ങോട്ട്? എങ്ങാടായാലും നമ്മ ഇവിടുന്ന് സ്കൂട്ടാവണം, അതാണ് സേഫ്. എടാ, ഇവന്റെ ഒരു അമ്മാവനില്ലേ, ഒരു ചെറ്റ ശശി, ഊള ശശി. എടാ പോർക്കത് ദുബായിലല്ലേ? എടാ, കാശെറിഞ്ഞ ദുബായല്ല, അങ്ങ് ഉഗാണ്ടവരിപ്പോ കൂടെ ഇരിക്കല്ലേ ബൈ കയ്യില്. അത് മാത്രല്ല ബ്രോ, വൺസ് അപ്പോൺ ദ ടൈം ദുബായ് കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അവ അത് നിന്നെ കുറെ പണിടിപ്പിച്ചല്ലേ. ആ പ്രതീക്ഷയിൽ ആ പോർക്കിന്റെ ഷഡ്ജം വരെ നീ ഭാഷ ചെയ്ത് കൊടുത്തിട്ടില്ലേ. ഇപ്പൊ അയാള് മാത്രല്ല നമ്മയും കോടീശ്വരനാണ്ടാ. ബ്രോ, ഇങ്ങനൊരു ചാൻസ് ലൈഫിൽ കിട്ടൂലാട്ടാ. എടാ, അതിന് ടിക്കറ്റും വിസയൊക്കെ വേണ്ടേ? അതിന്റെ കാര്യം ഓർത്ത് നിങ്ങൾ വിഷമിക്കണ്ട. പറ്റിയൊരു ട്രാവൽ ഏജൻസി നമ്മുടെ കയ്യിലുണ്ട്. ഒരു മുറ്റ് സാധനം. ഈ ഗഫൂർക്ക അകത്തുണ്ട്. തിരിച്ചു വിടാ, അത് വലിയ പോലെ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഞങ്ങള് ജനാർദ്ദന്റെ ഫ്രണ്ട്സാ. ഏത് ജനാർദ്ദന്? അല്ലാ, പണ്ട് നമ്മൾ സൗദിക്ക് വിട്ടിട്ട് അവിടുത്തെ ഷെയ്ക്കിന്റെ കെട്ടുകൾ അടിച്ചു മാറ്റി മുങ്ങിയ ആ പഹനാണോ? അയ്യേ, ആ പോർക്കല്ല. ഇത് നമ്മുടെ
ജോനാപ്പറമ്പിൽ ജനാർദ്ദനൻ. ഓഹോ മനസ്സിലായി. നമ്മള് 38 കൊല്ലും വെളി കാറ്റിച്ചിരിക്കുന്ന ആ പഹൻ. അല്ല എന്നിട്ട് ഓനോ ഇവിടെ? അവൻ അവന്റെ ചേട്ടന്റെ കേസിന്റെ കാര്യത്തിന് വക്കീലെടുത്ത് പോയിരിക്കേ. ഓഹോ ആട്ടെ, നിങ്ങൾ വന്ന കാര്യം? ഞങ്ങൾക്ക് ദുബായിക്ക് പോകാൻ വിസയും ടിക്കറ്റും വേണം. അത്രേ ഉള്ളൂ? ഉരുവില് വേണോ ഫ്ലൈറ്റിൽ വേണോ? ഏത് ഗുരു? ഉരു അല്ല, ഉരു പത്തേമാരി. മറ്റേ ഉരുലാകുമ്പോ പാട്ടും പാടി കളിച്ച് ഇരിച്ച് 5 ദിവസം കൊണ്ട് ടൈം എടുത്ത് അങ്ങനെ അവിടെ എത്താം. മറ്റേ ന്യൂ ജനറേഷൻ ഫ്ലൈറ്റ് ഡാ പോയി ഡാ വന്നു. ഇതൊക്കെ നമ്മളങ്ങനെ കേട്ട് വിട്ടോല. ഉരു പോയി രക്ഷപ്പെട്ട ടീമാണത്. ഞമ്മക്ക് എങ്ങനെ വേണപ്പോ? നമ്മക്കെന്നാ ഉരുവില് പോവാല്ലേ? പാട്ടൊക്കെ പാടി ഡാൻസ് ചെയ്ത് പോവാ. ഫ്ലൈറ്റ് മതി. ഇത്രയല്ലേ ഉള്ളൂ. ഗഫൂറേ, എന്താ സാർ? ഒരു ഗഫൂറിനെ വിളിക്കുമ്പോ എല്ലാ ഗഫൂർമാരും കൊണ്ട് ഓടി വരും. ആ ഒരു ഗഫൂർ ഇവിടെ കേട്ടെ, ബാക്കി ഗഫൂർമാരൊക്കെ പോയിക്കോളി. ഇവിടെ എല്ലാവരും ഗഫൂർമാരാണാ? ഗഫൂറിന് പേരുള്ള ആളുകളെ മാത്രമേ ഞാൻ ഇവിടെ സ്റ്റാഫായിട്ട് വെക്കുള്ളൂ. എനിക്ക് ആ പേരിൽ മാത്രമേ വിശ്വാസമുള്ളൂ. അപ്പോഴേ എത്രയും പെട്ടെന്ന് ഇവരെ വിസയും ടിക്കറ്റും റെഡിയാക്കി കൊടുക്ക്. ചെല്ലേ. ശരി സാർ. ആട്ടെ, എന്താ ദുബായിൽ വിശേഷിച്ച്? പണിക്ക് പോവാ? അല്ലല്ല, പണി കൊടുക്കാൻ പോണേന്ന് ഇവന്റെ അമ്മാവനിട്ട്. ഏറെ ആളുകളെ നമ്മൾ ഇവിടുന്ന് കയറ്റി വിട്ടിട്ടുണ്ട് പണി എടുക്കാൻ. ഇത് പണി കൊടുക്കാൻ പോകണമെന്ന് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുക. ഏതായാലും നിങ്ങളെ കാര്യം അള്ളാഹു സലാമത്താക്കി തരട്ടെ. എടാ ജോണേ, ജീവിതത്തിൽ ദുബായി പോകാൻ വിധിയുണ്ടെങ്കിൽ ആര് വിചാരിച്ചാലും തടയാൻ പറ്റില്ല. പിന്നല്ലാതെ. നീ കൂടുതലൊന്നും ചിന്തിക്കണ്ട. ഇവിടുത്തെ പ്രോപ്സ് ഒക്കെ ഒരുവിധം ഒതുക്കിയിട്ടല്ലേ ബായി നമ്മൾ പോണത്. അതുകൊണ്ട് വീട്ടുകാരുടെ കാര്യം ആലോചിച്ച് നീ ടെൻഷൻ ആവണ്ട. സോ വി ആർ ഗോയിങ് ടു ഇത്രയും വലിയ ഭായി പറഞ്ഞ് ഇവന്മാർ ഏത് ഭായിയെ കാണാൻ എങ്ങോട്ടാ? ഭായി എന്ന് പറയുന്നതിന് മുമ്പ് എന്തോ ഒരു ഹിന്ദി വാക്കോട് ഉപയോഗിച്ചിട്ടുണ്ട്. അലി ഭായ് അല്ല, ഓംബായ് അല്ല. നീ ഒന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്ക്. എന്താ മുകളിലോട്ട് നോക്കുന്നത്? സാധാരണ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിവൈൻഡ് ചെയ്യുമ്പോ എല്ലാരും മുകളിലിട്ട് നോക്കാറാണ്. എന്നാ ഞാൻ നോക്കട്ടെ. So we are going to Dubai. കിട്ടി. So we are going to Dubai. വെറും ഭായി അല്ല, ദുബൈക്കാണ് അവന്മാര് പോകുന്നത്. ദുബായിലേക്കാ? അവന്മാരെന്തിനാ ദുബായി പോകുന്നത്? അതറിയണേ അവന്മാരോട് തന്നെ ചോദിക്കണം. എന്നാ ചോദിക്കാം. എങ്ങോട്ട് പോകുന്നു? ചോദിക്കാം. നമ്മൾ ഗുണ്ടകളാണ്, മണ്ടന്മാരല്ല. എങ്കിലൊക്കെ. ബോസ് എന്താ ആലോചിക്കുന്നത്? 3 കോടി രൂപ. 3 കോടി രൂപയാണ് നഷ്ടപ്പെട്ടത്. അതൊരു പീറ ചെറുക്കം കാരണം. കിട്ടിയ 10 ലക്ഷം രൂപയാണ് പലിശക്കാരനും കൊണ്ടുപോയി. ഇനി എന്തോന്നിടത്ത് ചെലവാക്കും? ചതിക്കുന്നവനെ ഹൊനായി വെറുതെ വിടില്ല. അവൻ ഏത് ദുബായി പോയി ഒളിച്ചാലും നമ്മൾ കണ്ടുപിടിക്കും. അതിനുവേണ്ടി വീണ്ടും പണം പലിശക്ക് എടുത്തിട്ടാണെങ്കിലും നമ്മളും ദുബായിക്ക് പോകും. വിളിക്കടാ പലിശക്കാരൻ, എടുക്കടാ ടിക്കറ്റ് ദുബായിക്ക്. ദുബായ് മൊത്തം ഇരുട്ടാണല്ലോ. ബ്രോ കണ്ട ജോൺ ജാഫർ ജനാർദ്ദനൻ നമ്മുടെ എഴുതിക്കൊണ്ട് പച്ചു നിൽക്കണം. ഹായ് ബഡീസ്. ഇതാരാണെന്ന് അറിയാം? ഇതാണ് ക്രിസ്റ്റഫർ, എന്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്. വർഷങ്ങളായിട്ട് ഷാർജയിലാണ്. ഞാൻ ഇന്നലെ എന്നെ വിളിച്ച് നമ്മൾ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആരും നമുക്കെല്ലാം അറിയുള്ളൂ. ഇത് ജാഫർ, ക്രിസ്റ്റഫർ. ഇത് ജോൺ. ഹായ് ബഡി. ഇവന്റെ കാര്യം അവര് വരുന്നില്ലേ? അത് വേറെ. എന്നാലും രസത്തിന് വരായിരുന്നു. ബോസ്, എന്താടാ? നമ്മളെ റിസീവ് ചെയ്യാൻ ആരോ ഒരാൾ വരുമെന്ന് പറഞ്ഞിട്ട്. ഒരു രഹസ്യ കോഡും പറഞ്ഞ ഒരാൾ ഇവിടെ നിൽക്കുമെന്നാണ് പറഞ്ഞത്. എന്തു കോഡ്? സാധനം കയ്യിലുണ്ടോ? അങ്ങനെ വല്ലതും? അതൊക്കെ പഴയ നമ്പർ അല്ലടാ, ഇതൊരു ന്യൂ ജനറേഷൻ കോഡാ. ബോസ് വൃത്തിയോട് പറയുന്നു. എന്റെ നാവിന്റെ തുമ്പത്ത്. അത് ഫാസിലിന്റെ പടത്തിന്റെ പേര് പോലുണ്ട്, എന്റെ നാവിന്റെ തുമ്പത്ത്. അതല്ലടാ, ആ കോഡ് എന്റെ നാവിന്റെ തുമ്പത്തുണ്ടെന്ന്. മോക്ക് സുഖമാണോ? യെസ്, സുഖം വേണോ? എനിക്ക് വേണ്ട. എടാ പോത്തെ, സുഖം വേണോ? അതാണ് കോഡ്. ഓ, സുഖം വേണോ? എടാ, ആ കോഡും പറഞ്ഞ് അവൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഞാനൊന്ന് സെർച്ച് ചെയ്യാം, നിങ്ങളൊന്ന് നോക്ക്. ഓക്കെ ബോസ്.
സുഖം വേണോ? സുഖം വേണോ? Hello. Welcome, Srinivasan sir. How was your journey? Fine. Right. Please meet our special investigation officer. Hello, marhaba. Please. Thank you. Excuse me. Yes. Are you Malayali? ആണെങ്കിൽ സുഖം വേണോ? What? സുഖം വേണോ? You bloody. ഛേ, സോറി. വൃത്തികെട്ടവൻ. നല്ല തുടക്കം. സെറ്റപ്പ് വണ്ടിയല്ല അളിയ. ഭായ് ഇവിടെ നൈറ്റ് ക്ലബ് ഒക്കെ ഉണ്ടാ? എല്ലാം ഉണ്ട്. പിന്നെ ഫുൾ സെറ്റപ്പ് അല്ലേ ദുബായ്. ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവ നോക്കിക്കോളും കേട്ടാ. നിന്റെ കൂടെ ഫേസ്ബുക്ക് കൊണ്ടുണ്ടല്ല ഇന്നാടൊരു ഉപകാരം ഉണ്ടായിരുന്നു. നീ മുത്താണ്ട ചക്കട മുത്ത്. എക്സ്ക്യൂസ് മീ, സുഖം വേണോ? എന്ത്? സുഖം വേണോ? വാടാ. സുഖം വേണം. വേണോ? ആ കോഡ് പറഞ്ഞാണ് അല്ലേ? അല്ല അതല്ല ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. വൃത്തികെട്ടവൻ ഗുണ്ടകളെ പോലും വെറുതെ വിടില്ല. ഇനി സുഖം വേണ്ട. അണപ്പല്ലി പോയെന്ന് തോന്നുന്നു. കിട്ടിയോ? ആ എനിക്ക് കിട്ടിപ്പോ. എന്നാൽ ഇതൊരുമാതിരി മറ്റടുത്ത കോഡായി പോയി. ഇനി ഇങ്ങനെയുള്ള കോഡും പറഞ്ഞു നടന്ന ദുബായ് പോലീസിന്റെ കയ്യിൽ നിന്നും കിട്ടും. അയ്യോ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. ഇനി ബാക്കിയൊക്കെ ഹോട്ടൽ കോറൽ ബീച്ചിൽ ചെന്നിട്ട് സംസാരിക്കാം. ഹോട്ടലിന്റെ പേരെങ്കിലും ഓർമ്മയുണ്ടല്ലോ. യു ആർ ബ്രില്യന്റ് ബോസ്. കേറിക്കോളൂ. ഇല്ലെങ്കിൽ ഈ റോഡിൽ കിടന്നുറങ്ങണ്ടാവുന്ന. അത് നീ എന്താടാ അങ്ങോട്ട് നോക്കി. ഇത് അവന്മാരല്ലേ? എടാ, അതിന് നമ്മൾ എന്തിനാടാ കുനിയുന്നത്? നമുക്ക് അവന്മാരല്ലേ അറിയൂ, അവന്മാർക്ക് നമ്മളറിയില്ലല്ലോ. മണ്ടന്മാര്. ആശ്വാസായി. ബോസ് ഒന്ന് നോക്കിയേ. എങ്ങോട്ട്? ദേ അങ്ങോട്ട് നോക്കിയേ. അയാൾക്ക് നമ്മളെ നന്നായിട്ട് അറിയാം. ശ്രീനിവാസൻ. എടാ കുനിഞ്ഞോ? ഇയാളെങ്ങനെ ഇവിടെ എത്തി? അയാളുടെ ജോലി തന്നെ നമ്മളെപ്പോലുള്ള കള്ളന്മാരെ പിടിക്കലാണല്ലോ. അതുകൊണ്ട് ഈ സൈസ് ഐറ്റം ദുബൈ മാത്രമല്ല അങ്ങ് ഉഗാണ്ട വരെ കാണും. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് നല്ല പണി ഉറപ്പാ. ബോസുകാരനെ അയാളിപ്പോ സസ്പെൻഷനില്. ബോസ് ജയിലിൽ നിന്ന് ആരോടും പറയാതെ പുറത്തിയാടിയില്ലേ? അപ്പൊ ഇയാളെ അവിടെയുള്ള പോലീസുകാർ പറഞ്ഞുകൊണ്ട് പുറത്താക്കി. സസ്പെൻഷൻ. അപ്പൊ ഇയാൾ എന്നെ തേടി തന്നെ വന്നതാ. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എന്തായാലും ഒരു കാര്യം ഉറപ്പായി ബോസ്, ഇനി അങ്ങോട്ട് നമ്മളെല്ലാവരും കുനിഞ്ഞു തന്നെ നടക്കേണ്ടി വരും. സിഗ്നൽ ആയെങ്കിൽ വണ്ടി വിടറാ.
എന്റെ പള്ളി പള്ളിയല്ലടാ ഇത്, ഹോട്ടലാണ്. ഹോട്ടല് എനിക്കറിയാടാ പോർക്കെ, ഒരു ബിൽഡപ്പിന് വേണ്ടി ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞാണ്. കുറച്ച് ഡീസന്റ് ആണ്. ഇതിന്റെ കൊച്ചിയല്ല, ദുബായ്. ദുബായ് കൊച്ചി പഴയ കൊച്ചിയിലെന്നറിയാം, ദുബായ് പഴയ ദുബായ് അല്ല. പക്ഷെ ജാഫർ ഉണ്ടല്ല. ഒന്ന് ഇവിടെ വാടാ, ചുമ്മാ നമ്മ ഡീസന്റ് ആയിട്ട് നടക്കണോട്ടോ. ഡീസന്റ് ആയിട്ട് നടക്കാം. ഞാൻ പാർക്കാണ് വണ്ടർലേടാ. ഇപ്പൊ നോക്കിക്കോ. അവന്റെ കാര്യത്തിൽ തീരുമാനമായാളിയാ. ഇത് പാർക്കല്ല, ഇത് വേറെ എന്താണ്? അയ്യോ ഇത് കറങ്ങനെ പിടിക്കടാ. നിർത്ത്, പിള്ളേര് കളിക്കാടാ. നിർത്ത്. തമാശക്ക് തുടങ്ങിയാണ്. സീരിയസ് എന്ത് കാണിക്കാണ്? ഭായ് വന്നില്ലെങ്കിൽ കുടിയും പോയനെ ഭായ്. നമ്മ ആദ്യം കളിക്കണ പാർക്കാന്ന് വിചാരിച്ചു. പാർക്കല്ലടാ പോർക്കെ. ക്രിസ്റ്റഫർ ഇല്ലെങ്കിൽ കുടുങ്ങി പോയനെ. നിനക്കൊന്നും പറ്റില്ല. ഫ്ലവർ വേസ് ഒക്കെ ഇവിടെ കൊണ്ടാണ് വെക്കണേ. അതെങ്കിലും തട്ടി പറിച്ചിട്ടില്ല, ഇപ്പൊ തന്നെ തിരിച്ചു കൊണ്ടുവരും. Sure, ma'am. Thank you. Welcome. Yes. Yes. May I help you? Yes, help you. Are you in Indian? No. For Tuchi. We have already booked here. Okay. Yeah. Hi, Christopher. How are you? My friend Janardhan. Okay. Jafar. Hi. Hi. Okay. I am John. Yeah. Tara, third floor seasale room ഒക്കെ Yeah. ഉണ്ടല്ലേ? Actually, we have a booking here. This is your room number, sir. Okay. Very good. Thank you. Welcome. You looking very nice. Oh, Sorry. sorry. Yeah. Okay. See you later. Okay. ദുബായ് വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. നീ നേരത്തെ വന്നിട്ടുണ്ടോ? ഇല്ല, ഒരു സ്ഥലമല്ലേ, കുറച്ച് കഴിയുമ്പോൾ ഒരു മാറ്റം ഉണ്ടാവുമല്ലോ, അല്ലേ ബോസ്? ഒരു മാറ്റം ഞാനും മനസ്സിൽ കാണുന്നുണ്ട്. യെസ് ബോസ്. നിങ്ങളെ രണ്ടുപേരെ മാറ്റുന്ന കാര്യമോ പറഞ്ഞത്? ബോസ്, നമ്മളെ എയർപോർട്ടിൽ റിസീവ് ചെയ്യാൻ വരുമെന്ന് പറഞ്ഞ ആളെ കണ്ടില്ല. ആ വരും. ഇനി പോണ ഹോട്ടലിലെങ്കിലും ഉണ്ടായാൽ മതിയായിരുന്നു അല്ലേ? ബോസിന് അവന്റെ നമ്പരെങ്കിലും ഒന്ന് വാങ്ങാമായിരുന്നു. അവന്മാരങ്ങനെ നമ്പറൊന്നും തരില്ലടാ. അവന്മാർക്ക് ഫോണില്ലേ? അതല്ലടാ പൊട്ട. യെസ്. അവന്മാരുടെ നമ്പർ നമുക്കും തരില്ല, നമ്മുടെ നമ്പർ അവന്മാർക്കും കൊടുക്കാൻ പാടില്ല. ഇതൊക്കെ ചെറിയ രഹസ്യ ഏർപ്പാടുകളാ. അതുകൊണ്ട് ചില കോഡുകൾ വെച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇതിനെയാണ് രഹസ്യ കോഡെന്ന് പറയുന്നത്. യാ, റിയലി യു ആർ ബ്രില്യന്റ് ബോസ്. Hi. Hello. He is GM of hotel. Welcome to Coral Beach Hotel. Thank you. Please come. Give the key. Take it, sir. Your key. Have a nice day. This is our special guest. Okay. Take care. Sure, sir. എന്റെ പൊന്നു കൊട്ടാരോ എന്തി കാണുന്നത്? ഇതൊക്കെ വന്ന് കണ്ടില്ലായിരുന്നെങ്കിൽ ഭയങ്കര ലോസ് ആയി പോയ മച്ചാനെ. അങ്ങനെ നമ്മ ദുബായിൽ എത്തിയടാ മക്കളെ. ഇതേ കഷ്ടം പോണ പിടിക്കടാ. പേടിച്ചു പോയ മനുഷ്യൻ. പിന്നെ പിടിക്ക്. ഹലോ ബഡീസ്. എന്താണ് ഇവിടെ ഇരിക്കുമ്പോ കറക്റ്റ് നീങ്ങ? ഇരിക്കുമ്പോ കറക്റ്റ് നീങ്ങിന്ന? ആ, അത് കൊള്ളാല മോനെ. ഇത് ദുബായ് ആണ്, ദുബായ്. കംപ്ലീറ്റ് റിമോട്ട് കിട്ടും. ഇത് കേട്ടാ, എല്ലാം റിമോട്ടിലാണ്. എല്ലാം റിമോട്ടിലാണ്. നിങ്ങൾ എന്താ ആൾക്കാരാണ്? അതൊന്നും റിമോട്ടിൽ കിട്ടൂല. മലയാളികൾക്ക് അത്യാവശ്യം റിമോട്ടിൽ കിട്ടൂല. പിന്നെ എന്ത് ദുബായ് ആണ്ട. എന്നല്ലേ ഇറങ്ങട്ടെ പടി. താങ്ക്സ് മച്ചാൻ. നിങ്ങളുടെ കാര്യങ്ങൾക്കായിട്ട് ഒരു ഗൈഡിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. അവർ ഉടനെ എത്തും. ഓക്കെ. പിന്നെ എന്തെങ്കിലും എമർജൻസി ഉണ്ടെന്നെ വിളിക്ക്. ഓക്കെ. പിന്നെ എന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ. പിന്നെ ഓക്കെ. ഓക്കെ ബൈ. ഒന്ന് ഫ്രഷ് ആവട്ടെ. ഇവിടെ ഈ വൈഫൈ വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ. ബ്രോ, ഇവിടുത്തെ ബാത്റൂം കണ്ട സെറ്റപ്പ് ആണ്ടാ. 2 ക്ലോസറ്റ്, അറ്റയും 2 പേർക്ക് പോവാ. ഭയവന്ന ഒന്നും ഉണ്ടായിരിക്കടാ. ഈ ബാത്റൂമിന്റെ ഒക്കെ കാശിനെ കണ്ടല്ല. നമ്മുടെ നാട്ടിൽ 2 വീട് പണിയാന്ന്. ഇപ്പൊ മനസ്സിലായ? എല്ലാത്തിനും കാശ് വേണോടാ. സോ ബ്രദേശ്, അപ്പൊ ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റാന്നുള്ള വലിയ ഭാഗ്യമാണ്. ഞാൻ ഒന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് വരാട്ടാ. പെട്ടപ്പെട്ടൊക്കെയാണ് കയ്യും കാലും കയറ്.
ആരെയും കാണുന്നില്ലല്ലോ. അയ്യോ ബോസിന്റെ കാഴ്ച പോയാ? അതല്ലടാ പറഞ്ഞത്, നമ്മളെ കാത്ത് ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഭാഗത്തേക്ക് സെബാസ്റ്റ്യ, വീട്ടിൽ ഇതുപോലെ ഒരെണ്ണം വാങ്ങണം. എന്തിനു? അല്ല ചുമ്മാ ഇറങ്ങി നടക്കാനോ. ആദ്യം ഒരു വീട് വെക്ക്. അത്ഭുതമായിരിക്കും. ഹോട്ടലിന്റെ അകവും പുറവും ഒരുപോലെ. അത് തന്നെ. കേറി വാടകത്തേക്ക്. അകം അവിടെയാണ്. നീ കറിയിക്കും. സോറി. സുഖം വേണമാ, സുഖം വേണമാ, സുഖം. കാലിന് തട്ടിട്ടിട്ടാണോടാ സുഖം വേണമെന്ന് ചോദിക്കുന്നു. അയ്യോ ബോസ്, ഞാൻ ലൂതർ. കൂതറയോ? ലൂതർ ബോസ്. ഓ ലൂതർ, പ്ലീസ് കം. Welcome, sir. Thank you. Have a nice day. Thank you. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഈ കടാപ്പുറം നോക്കി കിടക്കണം. കൂടെ കുറെ മദാമ്മമാര്. നമ്മളിവിടെ പിക്നിക്കിനല്ല വന്നതെന്ന് ഓർമ്മ വേണം. എന്റെ കയ്യിലെ കാശ് മുടക്കിയാ വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൂറിന് വന്നെന്ന് കരുതിയാ പോരെ? ഉണ്ടായിരിക്കടാ. എത്രയും വേഗം അവന്മാരെ കണ്ടെത്തി നമ്മുടെ കാശുമായിട്ട് ഈ ദുബായ് വിടണം. ആ പോലീസുകാരൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നമുക്ക് തലവേദനയാ. പിന്നെ രണ്ടെണ്ണം കൂടെ തമാശ കളിച്ച് നടക്കാതെ എത്രയും വേഗം കാര്യം സാധിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം അറിയാലോ. ഞങ്ങൾ മണ്ടന്മാരല്ല, ഗുണ്ടകളാണ് ബോസ്. അതെനിക്കൂടെ തോന്നണം. She's a mystery girl. Electric boogie. ആട്ടാറ് സാധനമുള്ള എന്ത് ബ്യൂട്ടിയാണ്ടാ. ഇതിനൊന്ന് മുട്ടാൻ പറ്റിയിരുന്നെങ്കിൽ എന്തൊരു വെടിക്കെട്ടാ. ഞാൻ മുട്ടിക്കോളാം. Excuse me, can I meet Mr. Janardhanan? Oh, Mr. Janardhanan. Yeah. I have seen. Hey, she's there. Woo, yeah. Thank you. Hi. Hi. ഇതിലാരാ ജനാർദ്ദനൻ? യെസ്, ജനാർദ്ദനൻ. Oh, hi. ജനാർദ്ദനൻ. ആക്ച്വലി ഞാൻ ജനാർദ്ദനൻ. മീ ഐ ദ ഡ്രൈവിംഗ് ലൈസൻസ്. Okay, fine. I'm Maria George Varghese. ക്രിസ്റ്റഫർ പറഞ്ഞ ഗൈഡാ. ഗൈഡ് എന്ന് പറഞ്ഞപ്പോ ഒരു പെണ്ണാണെന്ന് പറഞ്ഞില്ല. പെണ്ണായത് ഏതായാലും നന്നായി. അല്ല, ലേഡീസ് ഫസ്റ്റ് എന്നാണല്ലോ പഴഞ്ചൊല്ല്. നമുക്കിന്ന് എവിടേക്കാ പോകേണ്ടത്? നമുക്ക് എവിടെ വേണേലും പോവാം. മരിയക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എവിടെയാ? നമുക്ക് അവിടെ പോവാം. അവിടെ പോവാം. Oh, sure. Come. ഓക്കെ, നിങ്ങൾ എന്റെ പുറകില് വാട്ടാ. പുറകില്. മാണിക്യം പോലെ ഒളി മിന്നുന്നുണ്ട്, പൂതിങ്കൾ പോലെ ചിരി ചിന്തുന്നുണ്ട്. എന്നെന്നും മാണിക്യം പോലെ ഒളി മിന്നുന്നുണ്ട്, പൂതിങ്കൾ പോലെ ചിരി ചിന്തുന്നുണ്ട്. മാനത്തെ സ്വപ്നങ്ങൾ പനിനീരുകൊണ്ടു നനയ്ക്കാം, സ്വർഗത്തിൻ ചിത്രങ്ങൾ
ചെറുകുട മതി നമ്മൾ ഒരു കടലൊരു നിഴലൊരു മൊഴിയൊരു വഴി മുകിൽ പുൽകും മാളികയിൽ മായാവേളകളിൽ വിളിച്ചിടം വരുത്തണം വരച്ചിടം തളയ്ക്കണം നമുക്ക് സുഖങ്ങളെ എന്നെന്നും മാണിക്യം പോലെ ഒളിമിന്നുന്നുണ്ടേ നറുപൂന്തിങ്കൾ പോലെ ചിരിചിന്തുന്നുണ്ടേ നാളേറും തോറും മെല്ലെ മാറ്റേറും തങ്കം പോലെ നാളേറും തോറും മെല്ലെ മാറ്റേറും തങ്കം പോലെ ചങ്ങാത്തം കാക്കും നമ്മൾ നെഞ്ചിൽ നോവൽ ചെപ്പിനുള്ളിൽ മാണിക്യം പോലെ ഒളിമിന്നുന്നുണ്ടേ പൂന്തിങ്കൾ പോലെ ചിരിചിന്തുന്നുണ്ടേ നമ്മുടെ നീക്കങ്ങൾ വളരെ രഹസ്യമായിരിക്കണം. ഒരു കാരണവശാലും ഹോനായി ഇവിടുന്ന് രക്ഷപ്പെടാൻ നമ്മൾ അനുവദിച്ചുകൂടാ. ഐ വാണ്ട് യുവർ ഫുൾ സപ്പോർട്ട്. ലാക്ക് ഓഫ് അബദൻ അനമയാക്ക്. അദ്ദേഹം ഫുൾ സപ്പോർട്ട് തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. ഇൻഷാല്ലാ. നിങ്ങളിങ്ങനെ അവന്മാരെ ഓടിച്ചിട്ട് പിടിക്കുന്ന പരിപാടി ഉപേക്ഷിച്ചിട്ട് എങ്ങനെയെങ്കിലും അവന്മാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ആവാൻ നോക്ക്. ഗുഡ് ഐഡിയ. ഫ്രണ്ട്ഷിപ്പ് ആയി കഴിഞ്ഞാൽ അവന്മാരുടെ ചെലവിൽ നമുക്ക് ലാവിഷായിട്ട് വെള്ളമടിക്കും ചെയ്യാം. എടാ പൊട്ടന്മാരെ, അതല്ല പറഞ്ഞത്. പിന്നെ അവന്മാര് നിങ്ങളുടെ ഫ്രണ്ട്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വിളിക്കുന്ന സ്ഥലത്ത് അവര് വരും. പിന്നെ നമുക്ക് നമ്മുടെ 3 കോടി രൂപ ഈസി ആയിട്ട് അടിച്ചെടുക്കാമല്ലോ. യു ആർ ബ്രില്യന്റ് ബോസ്. ആ ബ്രില്യന്റ് ഒക്കെ തന്നെ. പക്ഷെ എന്റെ കയ്യിലെ കാശ് തീർന്നോണ്ടിരിക്കുക. ആ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിലേ ഒടുവിൽ എനിക്കത് ചെയ്യേണ്ടി വരും. ബോസ് ആത്മഹത്യ ചെയ്യാൻ പോവാണെന്ന് തോന്നുന്നു. സെബാസ്റ്റ്യൻ സമ്മതിക്കരുത്, നമ്മൾ പട്ടിണി കിടന്ന് ചത്തുപോകും. ബോസ് മരിച്ചാലും ബോസിനെ ആത്മഹത്യ ചെയ്യാൻ സമ്മതിക്കില്ല. ഞാൻ ആത്മഹത്യ ചെയ്യാൻ? അത് നിങ്ങൾ 2 പൊട്ടന്മാർക്ക് വേണ്ടിട്ടോ? എടാ അതല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയില്ലെങ്കിൽ നിങ്ങൾ 2 പേരുടെയും കിഡ്നി മുറിച്ചെടുത്ത് വിറ്റിട്ട് ഞാൻ ഉഗാണ്ടയ്ക്ക് രക്ഷപ്പെടും. കിഡ്നി പോയാൽ ഞാനങ്ങനെ മൂത്രമൊഴിക്കും. എടാ നീ കിഡ്നി കൊണ്ടാണോ മൂത്രമൊഴിക്കുന്നത്? നിങ്ങൾ എങ്ങനെ മൂത്രമൊഴിച്ചാലും വേണ്ടൂല, എനിക്ക് എന്റെ പണം കിട്ടണം. അതിനുള്ള മാർഗം ആലോചിക്കാം. ഓക്കെ ബോസ്, അവന്മാരുടെ 2 പേരുടെയും കാര്യം ഞാൻ ഏറ്റു, കൂടെയുള്ള പെണ്ണിന്റെയും. അധികം വൈകാതെ അതിന് വഴി തെളിയായിരിക്കില്ല ബോസ്. തെളിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിൽ എനിക്ക് കൊള്ളും. കൊച്ചിയിലൊന്നും കാണാനില്ലല്ലോ. നമ്മുടെ അറബിയില്ല, അറബിയൊക്കെ വേറെ ഭാഷയിലാക്കിയ. എക്സ്ക്യൂസ് മീ. If you don't mind, give me a newspaper. ഇരുന്നോളൂ. മലയാളിയാണോ? അതെ. എനിക്ക് ആ പത്രം ഒന്ന് വേണമല്ലോ, ആഡ് നോക്കാൻ. ഇതിനകത്ത് ആടില്ല. പരസ്യം നോക്കാനാ? വിരോധമില്ലെങ്കിൽ ഓക്കെ. പെട്ടെന്ന് ആരെ നോക്കിയുള്ളവർക്ക് ഇരിക്കുക. എന്ത് നല്ല മനുഷ്യണ്ടാ. കണ്ടിട്ടുണ്ടല്ല, ഇംഗ്ലീഷ് പടത്തിലെ സിനിമ നടനെ പോലെ ഇരിക്കണ്. ഒടുക്കത്തെ ഗ്ലാമർ. ആര് ആര്? ദേടാ കോഫി ഷോപ്പില്. ശരിയെടാ. ഇത് ദേവനാരായണ. ദേവനാരായണ അത്. എന്താണ് കാര്യം? എന്താണ്? അയാൾ നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. എടാ മരിച്ചുപോയി ദേവനാരായണൻ. ആ ഈ നഗരത്തിന് ഇതെന്തു പറ്റി? ചിലയിടത്ത് ചാരം, ചിലയിടത്ത് പുക. എന്താ ആരുമൊന്നും പറയാത്തത്? മിണ്ടാതെ സഹിക്കുന്നത് എന്തിനാ പുക? സഹിക്കാവുന്നതിനും അപ്പുറമാണിത്. പുകയുന്ന സിഗരറ്റും ബീഡിയും കെടുത്താൻ ശ്രമിക്കാം. പബ്ലിക് പ്ലേസിൽ പുകവലി നിരോധിച്ചിട്ടുണ്ട്. ഇത് ലംഘിക്കുന്നതിന് പിഴ നൽകേണ്ടി വരും. പുക വലിക്കരുത്, വലിക്കാൻ അനുവദിക്കരുത്. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അത് ദേവനാരായണൊന്നല്ലടാ. നിങ്ങൾക്ക് വല്ല പ്രാന്തുണ്ടാ? അയാൾ കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ട് എത്ര നാളായി.
എടാ സംഗതിയൊക്കെ ശരി തന്നെയാ, പക്ഷെ നമ്മൾ ഇവിടെ വെച്ച് കണ്ടത് ദേവനാരായണൻ തന്നെയാ, എനിക്ക് ഉറപ്പാ. എനിക്കും. എന്നാ എനിക്ക് ഉറപ്പില്ല. എടാ, ഒരാളെ പോലെ തന്നെ 7 പേര് ഈ ലോകത്തുണ്ടെന്നല്ലേ പഴഞ്ചൊല്ല്? ആ, ഇവൻ പറഞ്ഞ പോലെ ദേവനാരായണനെ പോലെ ഇനി വേറെ ആരെങ്കിലും ആണെങ്കിലാ? ആ എടാ ഒരിക്കലും അല്ല. എടാ നിങ്ങളും കണ്ടല്ല, അത് ദേവനാരായണൻ തന്നെയാ. ഇതിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട്, അതെന്താന്ന് നമുക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഇവിടെ കണ്ടത് ഒറിജിനൽ ദേവനാരായണൻ തന്നെയാണെങ്കിൽ അയാൾ ഇനിയും നമ്മുടെ മുന്നിൽ വരും. ഓ എടാ, ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തല പെരുക്കാണ്. നമുക്ക് പുറത്തു പോയി 2 അടിച്ചാലാ? ഇപ്പൊ പറഞ്ഞാണ് ശരി. അടിച്ചു കഴിയുമ്പോണ്ടല്ല നമുക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റും. ഇത് ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഇവിടെയൊക്കെ ഒറിജിനൽ മാത്രമേ ഉള്ളൂ, ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമില്ല. ഡബോർക്കെ മദ്യത്തിന്റെ കാര്യമല്ല, ദേവനാരായണന്റെ കാര്യമാണ്. ഇനി ഏത് ദേവനാരായണനായാലും അടിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. ആ എന്താണ്ടാ എണീറ്റ് അങ്ങോട്ട്. എക്സ്ക്യൂസ് മീ. 1 minute, sir. യെസ്. Anything else? എന്റെ ഇംഗ്ലീഷ് ആൾക്ക് മനസ്സിലായില്ല. ഹലോ. Yes. കുടിക്കാൻ എന്താണ് പറയണത്? ഡ്രിങ്ക്. ആ വി വാണ്ട് മറ്റേ ഡ്രിങ്ക് കുടിക്കാൻ മറ്റേ സാധനം. എന്താ വേണ്ടത് സാറിന്? ആ മലയാളിയാണല്ലേ? അതെ. എന്നിട്ടാണ് വായിൽ പഴം വിഴിഞ്ഞ പോലെ സോറി സാർ. ആക്ച്വലി വി വാണ്ട് ടോപ്പ് ബ്രാൻഡ് ഡ്രിങ്ക്സ്. പിന്നെ ഇംഗ്ലീഷ് കുത്തിക്കയറ്റം. എന്താ വേണ്ടതെന്ന് പറയും സാർ. ചേട്ടാ 3 ബിയർ. ഓക്കെ. ദേവനാരായണൻ, നിന്റെ അമ്മാവ് ശശി. ഇയാളെന്താ ദേവനാരായണന്റെ കൂടെ? ഇയാൾ ഇവിടെ വന്ന് ഞെട്ടിക്കാനാണ് നമ്മ വന്നത്. ഇപ്പൊ ഞെട്ടിപ്പോയത് നമ്മളും. ഇതെന്ത് സീനാണ് ഭായി? നമുക്ക് നോക്കാം. വാടാ. വന്നിട്ട് ഓട്ടത്തിനൊരു ഇവർക്കെന്താണ് ഈ വീട്ടുകാര്യം? ഇത് അയാളുടെ വീടായിരിക്കും. ആരുടെ? ഇവന്മാരെന്തിനാ ഇവിടെ വന്ന് കിടക്കുന്നു? അത് അവന്മാരോട് തന്നെ ചോദിക്കണം. അതിന് നമ്മൾ മണ്ടന്മാരല്ല, ഗുണ്ടകളാണ്. ഞാൻ പോയി ചോദിച്ചിട്ട് വരാം. ആദ്യം അവന്മാരുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്ക്, എന്നിട്ട് ഇറങ്ങിച്ചല്ലേ. എടാ ജോണേ, നിന്റെ അങ്കിൾ എന്തിനാ അയാളുടെ കൂടെ നടക്കണേ? അത് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. ഈ ദേവനാരായണൻ പറയണ ബാറിലും പബ്ബിലും ഒക്കെ കയറി സാധനങ്ങളും വാങ്ങി തൂക്കി പിടിച്ചുകൊണ്ട് നടക്കലാണ് പുള്ളിയുടെ ജോലി. ഇവിടെ വന്നത് തന്നെ അതിന് വേണ്ടിട്ടല്ലേ? അത് ശരി. നാട്ടി വരുമ്പോ എന്തൊക്കെ തള്ളാടാ തള്ളണേ. സ്വന്തം ബിസിനസ്, 4-5 സ്റ്റാഫ്, സഞ്ചരിക്കാൻ കാറ്. ഇപ്പൊ കണ്ടല്ലേ? ശരിയല്ലേ? ഇപ്പൊ സഞ്ചരിക്കണ കാറിലല്ലേ? നല്ല തീറ്റണ്ടാ. പോർക്കിന്റെ വയറ് കണ്ട? കണ്ടിട്ട് അയാളുടെ വേസ്റ്റ് തിന്നുന്ന ആളാന്നാ തോന്നുന്നത്. ആ അതാണ് ഒരു ഓഞ്ഞ വയറ്. ഊള ശശി